സ്മൃതി, ഒടുവിൽ രാഹുൽ ഈശ്വർ ഇനി 15 ദിവസത്തേക്ക് ജയിലിലാണ്. പുറം ലോകം കാണില്ല, ചർച്ചയിൽ രാഹുൽ ഈശ്വർ പങ്കെടുക്കുകയുമില്ല. ഈ വിധി ഒരുപാട് പേർക്കുള്ള മുന്നറിയിപ്പാണ്. ഏതായാലും ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയുടെ ഒരു വലിയ പോരാട്ടം, ആ പോരാട്ടം ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ്. ജയിലിൽ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കാൻ പോവുകയാണ്. നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കണം ആ കാര്യത്തിൽ. അത് ആ സമരവുമായി അദ്ദേഹം മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷവും ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ഈ ചോദ്യം ചെയ്യലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഘട്ടത്തിലൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഒരു ഹീറോ ആയിട്ടാണ് സ്വയം അവതരിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ ത്യാഗം ചെയ്യുന്ന, ഒരു വലിയ കോസിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് അദ്ദേഹം സ്വയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ സമയത്തും അദ്ദേഹം ഈ പറയുന്ന പീഡകർക്ക് വേണ്ടി പെട്ടെന്ന് അവതരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇയാളെന്തിനാണ് ഇപ്പോൾ ഇത് വന്നത്. അപ്പോൾ അദ്ദേഹത്തെ ആരോ പറഞ്ഞേൽപ്പിച്ചതുപോലെ വേദനിച്ചുകൊണ്ട് ഭയങ്കരമായി വൈകാരികമായിട്ടാണ് പ്രതികരിക്കുക. അവർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടാണ് പ്രതികരിക്കുക. അപ്പോൾ ആ പ്രതികരണം നമ്മൾ ദിലീപിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടാണ്. ദിലീപിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്ന ഈ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ദിലീപുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാനുള്ളത്. ബാക്കി പ്രതികളുടെ കാര്യത്തിലൊന്നും പറയാനില്ല, ദിലീപിൻ്റെ കാര്യത്തിൽ മാത്രം. അപ്പോൾ അത് ഞാൻ ഒരു പ്രാവശ്യം ഒരു ചർച്ചയിൽ ദിലീപ് അനുകൂലി എന്ന ടൈറ്റിൽ ഇട്ടു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ ചർച്ചയിൽ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ റോൾ, അദ്ദേഹത്തിന് എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് അറിയില്ല. അദ്ദേഹം പല കാര്യങ്ങളും സംസാരിക്കാൻ വരാറുണ്ടല്ലോ. അപ്പോൾ വിഷയത്തിൽ എന്താണ് നമ്മൾ ഇടുന്നത്, ദിലീപ് അനുകൂലി എന്ന് ഇട്ടപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടമായി. പിന്നീട് അത് അങ്ങ് പ്രചാരത്തിലാവുകയും ചെയ്തു. അപ്പോൾ ഓരോ സമയത്ത് ഇപ്പോൾ ഇനി രാഹുൽ അനുകൂലിയാണ്. ഇപ്പോൾ ഓരോ സമയത്തും ഈ തരത്തിൽ പീഡകരുടെ അനുകൂലിയായി അദ്ദേഹം രംഗപ്രവേശം ചെയ്തു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 10-22 വർഷമായി അദ്ദേഹം പണി ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. എന്തായാലും ആ 22 വർഷത്തെ പണി ശരിയായിരുന്നില്ല എന്ന് കോടതി ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്തമില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം സമൂഹത്തെ ബാധിക്കുന്നുണ്ട്, പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ആ രൂപത്തിലൊരു വിഭാഗത്തെ ഉണ്ടാക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യപ്പോൾ പറഞ്ഞാണ് ഒരു ആൾക്കൂട്ട മനസ്സ് ആ രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത്തരം ആളുകളുടെ ഇടപെടലുകൾ ഒരു പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട്. നമ്മൾക്കറിയാം എത്രത്തോളം ഇതിന് റീച്ച് ലഭിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. ഈ ചെയ്യുന്ന വീഡിയോകൾക്ക് വലിയ റീച്ച് ലഭിക്കുന്നത്, കാണാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. അത് ഈ വിഷയത്തിൽ മാത്രം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാത്രം 12 വീഡിയോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ 12 വീഡിയോകൾ എല്ലാം തന്നെ ഈ പറയുന്ന ഇരയെ അല്ലെങ്കിൽ പരാതിക്കാരിയെ അപമാനിക്കുന്ന വിധമാണ്. അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, അത് എപ്പോൾ അവസാനിച്ചു, എത്ര കാലം ഉണ്ടായിരുന്നു, ഇതൊന്നും അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. അദ്ദേഹം അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഈ കേസിൻ്റെ അന്വേഷണം ഒരു വശത്ത് നടക്കുമ്പോൾ അവരെ മോശമാക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ അതിൽ സെക്ഷൽ കമൻസോ അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇപ്പോൾ ലാപ്ടോപ്പ് പരിശോധിച്ചതിൽ നിന്നും ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പടമടക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട വിധത്തിൽ ഇപ്പോൾ എനിക്ക് ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം അയച്ചു തന്നിരുന്നു. നോക്കൂ, ആ പറയുന്നത് ശരിയല്ല, ഞാനത് തെളിവ് അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ തെളിവുകളുണ്ട്, ഇതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യം വരുമ്പോൾ അത് പുറത്തെടുക്കാൻ വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഇത് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ലാപ്ടോപ്പ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോഴും പറയുന്നുണ്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഒളിപ്പിക്കട്ടെ. ഇപ്പോൾ എത്ര നാടകീയമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ലാപ്ടോപ്പ് ഒളിപ്പിക്കുകയാണ് എന്നുകൂടി ആളുകളോട് പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതിനുശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്ന ഓരോ ഘട്ടത്തിലും പോലീസ് കള്ളം പറയുന്നു. അതിനുശേഷം അദ്ദേഹം പോലീസുകാരോട് ചിരിച്ച് വർത്താനം പറയുന്നുണ്ട്. ഇതൊക്കെ എല്ലാം ആരെയാണ് വിഡ്ഢിയാക്കുന്നതിലാണ് ഒരു വിഷയം. അദ്ദേഹത്തിന് ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണോ? അരുൺകുമാറിനോട് ചോദിച്ചാൽ അറിയാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നെ കൂട്ടിയിട്ട് ഇന്നലെ മനസ്സിലാവുന്നില്ല. അതാണ് അതിനകത്തെ കൗതുകകരമായ കാര്യം. മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ത്രീവിരുദ്ധവും അശ്ലീലവും കോമഡിയും നിറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഈ പറയുന്ന ക്രിമിനലുകൾ പുറത്തു വരുമ്പോൾ മാലയിടാനുള്ള ടീമാണ്. അതാരെയൊക്കെ സ്ത്രീകളെ ബസ്സിൽ വെച്ച് അവരുടെ സ്വകാര്യ ഭാഗം കാണിച്ച് അശ്ലീലം നടത്തിയ ആളുകളെ സംരക്ഷിക്കുന്നതാണ് ഈ മെൻസ് കമ്മീഷൻ. ദിസ് ഈസ് മെൻസ് കമ്മീഷൻ. എനിക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ മെൻസ് കമ്മീഷൻ ഇതാണ്. അതെ, അവർക്കും പറയാൻ ഒരാൾ വേണ്ടേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന് വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അവരും അതേ വാക്കുകൾ തന്നെ പറയുകയാണ്. ഏതായാലും ഇത് ഇപ്പോൾ ഞാൻ പറയാം, ഈ തരത്തിലുള്ള സംഭവങ്ങളിൽ, ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കലിൽ ജാമ്യമില്ലാ കേസെടുത്ത് അകത്താക്കുന്ന നടാടിയാണെന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും അറിയപ്പെടുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ഏതായാലും ആദ്യമായിട്ടാണ് ഈ കേസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സമയത്ത് അത് ഏത് രീതിയിൽ ചർച്ച ചെയ്യുന്നതുകൊണ്ടായിരിക്കും നടപടി ഉണ്ടായത്. ഇതൊരു തുടർച്ചയാവണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഇത് ചില കേസുകളിൽ മാത്രമാകരുത്. ഇതേ സമയത്ത് തന്നെ കെ രമയെ അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. അത് നമ്മുടെ CPM നേതാക്കളോട് ചോദിക്കുമ്പോൾ അവരത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അവരുടെ സൈബർ സ്പേസിൽ നിന്നാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മാത്രമല്ല, പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അവർ പരാതി നൽകിയിട്ടുണ്ട്. കെ രമ മാത്രമല്ല, നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരും വനിതാ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, അതിലൊക്കെ കൊടുത്ത കേസുകൾ, അതിൻ്റെയൊക്കെ വേഗം, ഇതൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇത് ഏതായാലും വേഗത്തിൽ നീങ്ങുന്നു എന്നുള്ളതൊരു
പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇതൊരു പാഠമാകേണ്ടതുണ്ട്. പാഠമാകുമോ എന്ന് എനിക്കറിയില്ല. ഇതിനങ്ങോട്ട് തുടർച്ചയുണ്ടായ ഒരു പാഠമുണ്ടാകും. സ്വാതന്ത്ര്യ സമരം അവിടെ ജയിലിൽ തുടരട്ടെ. Meet the editors.